ബ്ലാസ്റ്റ് തമിഴ് സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ആഘോഷം ഏറ്റുവാങ്ങിയ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അമ്മാതിരി സെലിബ്രേഷനാണ് തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അനുഭവിക്കാൻ കഴിയുക. അതിന് മാത്രം ബ്ലാസ്റ്റ് ഉണ്ടോ? അതിന് മാത്രം എന്താണ് അതിലുള്ളത്? സിനിമയെക്കുറിച്ച് ഒരുപാട് ആളുകൾ വലിയ വിശകലനങ്ങൾ, ഘടാഘടിയൻ വിശകലനങ്ങളും റിവ്യൂകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ വൈകിക്കണ്ട ഒരാളാണ്. കഴിഞ്ഞ ദിവസം മാത്രമാണ് സിനിമ കണ്ടത്. പക്ഷേ ഇത്രമാത്രം ആവേശം കൊള്ളിച്ച ഒരു സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നി. നമ്മുടെ ദുർബലമായ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ബ്ലാസ്റ്റ്. അതിനപ്പുറത്ത് ഒരു ഉഗ്രൻ എൻ്റർടൈനർ എന്ന നിലയിലും ബ്ലാസ്റ്റ് നമ്മളെ അനുഭവിപ്പിക്കും. എനിക്കിഷ്ടപ്പെട്ട, പ്രത്യേകമായി പറയേണ്ട 5 കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, ഒരച്ഛനും മകളും തമ്മിലുള്ള ആശയവിനിമയമാണ്. നമ്മുടെ സമൂഹം പെൺകുട്ടികൾ അടങ്ങിയൊതുങ്ങി കഴിയണം എന്ന ആണയിട്ടുകൊണ്ട് ഇനി ലേശം ഇളക്കം തട്ടിയാൽ പോലും, സിനിമയിലാണെങ്കിൽ പോലും മിക്കവാറും ആ കഥാപാത്രത്തെ അവസാനം നായകനൊപ്പം കല്യാണം കഴിപ്പിച്ച് അടക്കി ഒതുക്കി നിർത്തുന്ന അങ്ങനെയുള്ളൊരു പെൺമക്കളെക്കുറിച്ചുള്ള സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത്. അതുമല്ലെങ്കിൽ ദൃശ്യം പോലെ വളരെ പേഴ്സണലായ ഒരിടത്ത് വെച്ച് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന സ്ത്രീ. എന്നാൽ ബ്ലാസ്റ്റിൽ ഒരർത്ഥത്തിൽ പെണ്ണിനെക്കുറിച്ച് കാലങ്ങളായി പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അച്ഛൻ അർജുൻ്റെ കഥാപാത്രം രാജേന്ദ്രൻ മകൾ നിളയോട്, പ്രീതിയുടെ കഥാപാത്രത്തോട് പറയുന്ന ഒരാശയമാണ് മൊത്തത്തിൽ ഈ സിനിമയുടെ അടിത്തറ. അത് ഏകദേശം ഇങ്ങനെയാണ്: തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. അതിനിരയാകുന്നവർ നമ്മുടെ ആരെങ്കിലും ആണോ അല്ലയോ എന്ന് നോക്കിയാകരുത് നമ്മുടെ പ്രതികരണം. പകരം അവിടെ തെറ്റ് നടക്കുകയാണ്, അവിടെ ഇടപെടുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് എന്ന്. ഇതുപോലെയല്ല, ഏകദേശം അങ്ങനെയാണ് പറയുന്നത്. സമൂഹത്തെ മുൻനിർത്തിയുള്ള പ്രഖ്യാപനമാണത്. സിനിമയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു കഥാപാത്രത്തെയാണ്. അർജുൻ അത് വെറുതെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുതുതലമുറയിലേക്ക് അത് പറഞ്ഞു പോവുകയല്ല, ഉപദേശ രൂപേണ പറഞ്ഞു പോവുകയല്ല കഥാപാത്രം ചെയ്യുന്നത്. സിനിമ സമഗ്രതയിൽ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെക്കുന്നുണ്ട്. അതൊരു വിനോദോപാധി എന്നുള്ള നിലയിൽ ഈ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനം തോന്നുന്നു, പെൺ കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ ഉപയോഗിച്ച വിധം. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്ന വാർത്തകൾ പലപ്പോഴും കാണാറുണ്ട്. ഉൾനാടൻ ഗ്രാമങ്ങളിലും ലഹരി ഉപയോഗവും സ്ത്രീ വിരുദ്ധ അതിക്രമങ്ങളും പലപ്പോഴും കേസ് പോയിട്ട് വാർത്ത പോലും ആകാറില്ലെന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ഒടുവിൽ മുഖ്യമന്ത്രി വിജയ് സിംഗപ്പെൺ പടയെ തന്നെ അത്തരം ക്രിമിനലുകൾക്കെതിരെ രംഗത്തിറക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലടക്കം പലപ്പോഴും സ്ത്രീ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പുരോഗമനാത്മകമായ ആശയാടിത്തറ ഉണ്ട് എന്ന് പറയുമ്പോഴും ഉള്ളിവിടെ തൊലിയുരിഞ്ഞു പോകുമ്പോൾ സംഗതി അത്ര പന്തിയല്ല എന്ന് പറയേണ്ടി വരും. പെൺകുട്ടികളുടെ ആർത്തവാവധി ചർച്ചയായപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. എന്തായാലും ബ്ലാസ്റ്റ് പതിവ് സിനിമാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. അർജുൻ്റെ കഥാപാത്രവും അഭിരാമിയുടെ ഭാര്യ കഥാപാത്രവും മകൾ നിളയും പ്രീതിയുടെ കഥാപാത്രവും അടങ്ങിയതാണ് കുടുംബം. നാട്ടിൽ പലയിടത്തായി ഇരിക്കുന്ന ക്രിമിനൽ കൂട്ടവുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു കഥ അതത് ഇടങ്ങളിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അവിടെ ആക്ഷനാണ് പ്രാധാന്യം. സാധാരണ സിനിമയിലേതുപോലെയല്ല ഈ കഥ ഒടുവിൽ കുടുംബവുമായി കണക്ട് ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട്. അഭിരാമിയും പ്രീതി മുകുന്ദനും എന്ന നായിക നടിമാരെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകമായി എടുത്തു പറയണം. ഒരു പുരുഷ കഥാപാത്രം ഏത് മട്ടിലാണ് എതിരാളികൾ നേരിടുന്നത്, അതേ മട്ടിൽ അതിലും ഉയരത്തിൽ ഈ കഥാപാത്രങ്ങൾ പ്രതിഷ്ഠിച്ച് ഒരു അലോസരവും തടസ്സവും ഇല്ലാതെ കഥാഗതിയെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് തിരക്കഥാകൃത്ത് ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ത്രീകളാണ് എന്നുള്ള വ്യത്യാസം അവിടെ ഫീൽ ചെയ്യില്ല. ആക്ഷൻ രംഗങ്ങളിൽ അവരുടെ പെർഫോമൻസും നമ്മുടെ ആവേശത്തെ വർദ്ധിപ്പിക്കും. മറ്റൊരു സാഹചര്യത്തിൽ 2 അഴകുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ നായികയുടെ പതിവ് ചലച്ചിത്ര സാധ്യതകൾ ഉപയോഗിക്കപ്പെടുമായിരുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഓർക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കുന്നില്ല. ഇവർ ഒരു നായക നടനെ പോലെ തന്നെ ഒരു പോരിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ മറ്റ് ബാരിയറുകൾ ഇല്ല. സ്ത്രീയുടെ കരുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് സംവിധായകൻ സുഭാഷ് കെ രാജിൻ്റെ മികവ് നമ്മൾ പ്രശംസിക്കുക. അർജുൻ എന്ന ആക്ഷൻ ഹീറോയുടെ പ്രകടനത്തെ ബാധിക്കുമോ, അല്ലെങ്കിൽ അഭിരാമിയും പ്രീതിയുമാണ് അവരെ സിനിമയിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ധാരണ അടിയുറച്ചു നിൽക്കുന്നത് സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ബലമേറിയ കാഴ്ചപ്പാടിലാണ് എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിനിമയെ തിയേറ്ററിൽ ഇളക്കിമറിക്കുന്ന ചറവറായുള്ള ആക്ഷൻ രംഗങ്ങളിൽ ഈ 2 നായിക കഥാപാത്രങ്ങളും മുഖ്യ നായകനൊപ്പം കിടപിടിച്ചു നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ പ്രീതിയുടെ കഥാപാത്രം അതിൻ്റെ കേന്ദ്രബിന്ദുവാകുന്നു എന്നതാണ് ബ്ലാസ്റ്റിനെ വ്യത്യസ്തമായി നിർത്തുന്നത്. ഈ ജയഹയുടെ സംവിധായകൻ വിപിൻ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ സിനിമകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ
സങ്കല്പത്തെക്കുറിച്ച്. അതായത് ഇപ്പോൾ ബ്ലാസ്റ്റിൽ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ പൊട്ടിച്ചിരിക്കും, ആവേശം വരും, ഓരോ നിമിഷവും നമ്മളെ വ്യത്യസ്തമായ ടേണിങ്ങുകൾ കൊണ്ട് നിർത്തുമ്പോൾ. അപ്പോൾ ഈ വലിയ സീരിയസ് ആയ ഒരു സാഹചര്യത്തിൽ ഒരു ആക്ഷൻ രംഗത്തിൽ നമ്മളെ ചിരിപ്പിക്കാവുന്ന കെൽപ്പുള്ള സാഹചര്യമുണ്ട്. ബിപിൻ ദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ മനസ്സിലുള്ള കാഴ്ചപ്പാട് ആ സിനിമയിൽ അപ്ലൈ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഇപ്പോൾ പുരോഗമനാത്മകമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് നിന്നുള്ളൊരു കാഴ്ചപ്പാട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരാൾക്കാണ് അത് സമ്പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുക. ചിലപ്പോൾ ആ കോമഡി വർക്കാവണമെങ്കിൽ അത്തരമൊരു കാഴ്ചപ്പാടും വേണം. അല്ലാതെ കേവലമായ ഒരു ഉപരിപ്ലവമായ വെണ്ണപ്പാളിയിലെ ഒരു അനുഭവത്തിൽ നിന്ന് മാത്രം നമുക്കതിനെ എടുത്തിട്ട് പ്രയോഗിച്ചാൽ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ജയഹയുടെ അവസ്ഥയാണെങ്കിൽ ആ സിനിമയുടെ കഥാപരിസരത്തിൽ നിന്നുകൊണ്ട് ആ ജയഹയിലൊരു നായകൻ ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിൻ്റെ മനസ്സുമായി ചെന്നാൽ ആ സിനിമ ആ മട്ടിൽ ആസ്വദിക്കാൻ പറ്റില്ല. അത് വളരെ സീരിയസ് ആയ ഒരു പടമായിരിക്കും. പക്ഷേ ഈ ആ സ്ത്രീയുടെ ആംഗിളിൽ അത് സിനിമ കാണണം. അതുപോലെയാണ് ബ്ലാസ്റ്റിൽ ഒരു പല കഥാസാഹചര്യങ്ങളും നമ്മൾ ഈ രണ്ട് പെൺനായികമാരുടെ കൂടി മനസ്സിൽ കയറി എന്ന് വേണം അനുഭവിക്കാൻ. അപ്പോഴാണ് അർജുൻ്റെ കഥാപാത്രം അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അത് ആസ്വാദ്യമായി മാറുക. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആക്ഷൻ രംഗത്ത് വരുമ്പം പുലിമുരുകിൽ മോഹൻലാൽ അടിക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റിയ ചില ആളുകൾ പറയും ജയഹയെ കണ്ടിട്ട് അയ്യോ അങ്ങനെ ഒരു പെണ്ണിനെ അടിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം അവിടെയാകുമ്പോൾ നമ്മൾ റിയലിസ്റ്റിക്കാണ്. അതാണ് സാഹചര്യം. ഇത് ഒരു ഘട്ടത്തിൽ നായകന് മേൽ മകൾ പ്രീതിയുടെ കഥാപാത്രം അർജുൻ്റെ കഥാപാത്രത്തിന് മേലെ കയറി നിൽക്കുന്നുണ്ട്. ആത്യന്തികമായി ബ്ലാസ്റ്റ് എത്തി നിൽക്കുക അവരുടെ ഈ നായിക കഥാപാത്രത്തിൻ്റെ ചിറകിൽ ഏറിയിട്ടാണ്. മൂന്നാമത്തെ കാര്യം, സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. മാനുഷികതയിൽ അടിയുറച്ച് നിൽക്കുന്നിടത്താണ് സിനിമ നിൽക്കുന്നത്. അതാണ് സിനിമ ഉയർത്തുന്നത്. സ്ത്രീ പ്രശ്നം, പരിസ്ഥിതി, ഭൂമിശാസ്ത്രപരമായ ഇന്ന് ലോകം തന്നെ നേരിടുന്ന കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. സാധാരണ സ്ത്രീകളുടെ പ്രാധാന്യം പൊതുപ്രശ്നങ്ങളിൽ ഊന്നിയാവുക എന്നുള്ളത് അസാധാരണമായി കുറവായിട്ടേ കാണാറുള്ളൂ. സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ പലപ്പോഴും വ്യക്തിപരതയിലാണ് അഭിരമിക്കുക. സ്വാഭാവികമായി സ്ത്രീ പ്രശ്നം എന്നുള്ള നിലയിൽ പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർ നായകന്മാരായിരിക്കും, ആണുങ്ങളായിരിക്കും. അത്തരം സിനിമകളിലൊക്കെ അതാണ് സാഹചര്യം ഉണ്ടാവാറുള്ളത്. അങ്ങനെയുള്ള നായകത്വം പുരുഷന് മാത്രം സ്വന്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. ബ്ലാസ്റ്റ് സംവിധായകന് വേണമെങ്കിൽ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് വേണമെങ്കിൽ നായകനാണ് ഇതിൻ്റെ നിർണായക പോയിന്റിൽ നിൽക്കുന്നത് എന്ന് തീരുമാനിക്കാമായിരുന്നു. അർജുനെ പോലെ വലിയൊരു താരം കൂടിയാണല്ലോ. എന്നാൽ അഭിരാമിയുടെയും പ്രീതിയുടെയും കഥാപാത്രങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു പൊതുപ്രശ്നത്തോട് അവരുടെ കൂടി പ്രചോദനത്തിൽ അവരുടെ നായികാത്വത്തിൽ പോരാടുകയാണ്. സിനിമയുടെ തന്നെ കഥാഗതിയിൽ നിർണായകമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത് പ്രീതിയുടെ കഥാപാത്രം ആണ് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അവിടെ ഒരു ഘട്ടത്തിൽ അർജുൻ എന്ന അച്ഛന് പോലും നിർണായക തീരുമാനത്തിനായി മകളുടെ നിലപാടിന് കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വ്യക്തിപരമായ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് പൊതുപ്രശ്നത്തിലേക്ക് സ്ത്രീ നായികാത്വം കയറി വരുന്നു എന്നതാണ് എനിക്ക് കൗതുകമായി തോന്നിയിട്ടുള്ളത്. അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ. ഇനി നാലാമത്തേത്, അർജുനിൽ തുടങ്ങുന്ന ഈ സിനിമയിലെ ആക്ഷൻ കിങ് എന്ന് പറയുന്ന അർജുനിൽ തുടങ്ങുന്ന ഒരു സംഘടന രംഗങ്ങളുടെ സംഗീതാത്മകമായ ഒരു ഇഴയെടുപ്പമാണ്. ബ്ലാസ്റ്റ് തുടങ്ങുമ്പോൾ അഭിനേതാക്കളുടെ പേരെഴുതി കാണിക്കുന്നുണ്ട്. അതിലും പ്രത്യേകതയുണ്ട്. അഭിരാമിക്ക് ശേഷം അർജുൻ്റെ പേര് കാണിക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കേട്ട ആവേശം കൊണ്ട് ആക്ഷൻ കിങ് എന്ന നിർവചനത്തോടെയാണ് പേര് വരുന്നത്. പതിവ് രീതിയിൽ പുതിയ കാലത്ത് കാണുമ്പോൾ ഒരു നായകനെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നായികയെ അവതരിപ്പിക്കുന്ന ആ ഹീറോയിസ്റ്റിക്കായ സ്ലോ മോഷൻ രംഗങ്ങൾക്കൊക്കെ അപ്പുറത്താണ് ഇതിലെ നായകൻ്റെയൊക്കെ വരവ് തന്നെ. ഇവിടെ അർജുനും അങ്ങനെയാണ് ഒരു സാധാരണ കരാട്ടെ മാസ്റ്ററായിട്ടാണ് പരിചയപ്പെടുന്നത്. നമ്മൾ പണ്ട് പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ അർജുൻ ചില സിനിമകൾക്കൊക്കെ കാത്തു കെട്ടി കിടത്തിട്ടുണ്ട്. എന്നാൽ ആ സുവർണ്ണകാലം പക്ഷേ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. ഇന്ന് ഈ കാലത്ത് ആ നിർവചനത്തോട് നീതി പുലർത്തുന്ന ഒരു പേരെഴുതിയിരിക്കുകയാണ് ഈ സിനിമയിൽ ആക്ഷൻ കിങ് അർജുൻ എന്ന്. സിനിമയിലുടനീളം അർജുൻ്റെ പൂണ്ടുവിളയാട്ടം കാണുകയും ചെയ്യാം. ആക്ഷൻ രംഗങ്ങൾ നമ്മൾ പ്രത്യേകമായി നോക്കുമ്പോൾ അതിൻ്റെ അവതരണം പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഫീനിക്സ് പ്രഭുവാണ് സംഘടന സംവിധായകനെന്ന് നമുക്ക് ടൈറ്റിൽ വിവരങ്ങളിൽ നിന്ന് ലഭിക്കും. സിനിമയിൽ ചറവറ അടിയാണ്. എന്നാൽ ഓരോന്നും ഓരോന്നായി മാറി മാറി നിൽക്കും. വീടിനകത്ത്, ഗോഡൗണിനകത്ത്, ആശുപത്രിയിൽ, കാറിൽ പോലും ഗംഭീര അടിയാണ്. പരിമിതമായ ഒരിടത്ത് കുറച്ച് പേർ മാത്രം നിൽക്കാൻ സ്പേസ് ഉള്ള ഒരിടമാണല്ലോ കാറ്. അവിടെ പോലും അടി വരുമ്പോൾ ആ കാറിൻ്റെ സ്പേസ് ഒരു ആകാശമായി നമുക്ക് അനുഭവപ്പെടും. അത്രയും സ്പേസ് ഉള്ളതായി തോന്നും. കൈയും കാലും തലയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഉഗ്രം പ്രയോഗങ്ങളാണ്. ഇടി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, അതൊരു കാറായിരുന്നു,
എന്ന്. അതിനകത്ത് തന്നെയാണ് പക്ഷേ നമ്മൾ അനുഭവിച്ചതും എന്നുള്ളത്. പക്ഷേ അനുഭവത്തിൻ്റെ ആകാശം വലുതായിരിക്കും എന്നുള്ളതാണ്. അടച്ചിട്ട കാറിനകത്ത് ഈ ആക്ഷൻ രംഗങ്ങൾക്ക് പോലും സിനിമയിലുടനീളം പ്രയോഗിക്കപ്പെടുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അവിടെ വില്ലനിസത്തിൻ്റെ പരകൂടി അവതരിപ്പിക്കപ്പെടുമ്പോഴും നീതിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൊറിയോഗ്രാഫി കണ്ടെത്താൻ പറ്റും. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയവും ഭരണകൂട മാധ്യമങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന ഖനന അധിനിവേശത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ ധൈര്യം കാണിച്ചു എന്നതും പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. അവിടെ കക്ഷി രാഷ്ട്രീയക്കാരുടെ ഇടപെടലും മറയില്ലാതെ പറയുന്നുണ്ട്. രാജ്യത്തും ലോകത്താകെയും ചർച്ച ചെയ്യപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ വലിയൊരു കാര്യത്തിലേക്ക് നമ്മളെ അത് കൊണ്ടുവന്ന് ചെന്നെത്തിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സെമിനാറോ പ്രസംഗമോ ഒക്കെ മതി. ജനകീയ സിനിമയിൽ, അതും വാണിജ്യ സിനിമയുടെ ആസ്വാദ്യതയുടെ അങ്ങേയറ്റത്ത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുക, ഒരു ഗംഭീര എൻ്റർടൈനറാക്കി സിനിമയെ അതിൻ്റെ കഥാപരിസരത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. അതേസമയം ഒരു ഗംഭീര എൻ്റർടൈനർ എന്നുള്ള നിലയിൽ വാണിജ്യ സിനിമയുടെ എല്ലാ ചേരുവകളും സമ്മേളിക്കുന്നതും കാണാം. കണ്ടനുഭവിക്കുക തന്നെ വേണം. അനുഭവത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നന്ദി, നമസ്കാരം.